ഏതായാലും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇൻഫാക്ട് ഞാൻ ഇന്നൊരു സെഷനിൽ രാവിലെ കയറേണ്ടി വരുന്നു വിചാരിച്ചല്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കയറിയിട്ടില്ലെങ്കിൽ കുറെ ആളുകൾക്ക് ഒരു കാര്യം അറിയാത്ത പ്രശ്നം വരാനും സാധ്യതയുണ്ട്. എന്തായാലും എനിക്കൊന്നൊരു 2-3 ആഴ്ചയായി തോന്നുന്നു ഞാനിപ്പോ 7am സെഷൻ എടുത്തു കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ഒരു 2.5 മാസമായിട്ട് നമ്മള് വളരെ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ന്യൂസ് ആയിരുന്നു നമ്മുടെ ടോട്ടൽ കോൺഫോർജിന്റെ ക്വാണ്ടിറ്റി. അതായത് ഒരു ടോക്കന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് അത് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറെ ആളുകൾക്കൊക്കെ അത് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല അറിയാത്ത ആളുകൾക്ക് അതിന്റെ ഒരു ബേസിന് വേണ്ടി പറയാണ്. അതായത് ഒരു ടോക്കൻ ഒരു ഡെവലപ്പർ ബിൽഡ് ചെയ്യുമ്പോൾ അതിന് ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ആ ടോട്ടൽ ക്വാണ്ടിറ്റി മാർച്ച് 2025 ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ എടുത്തിരുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അത് 100 കോടി ടോക്കൺ ആയിരുന്നു. നമ്മൾ ഇതിന്റെ മുമ്പേ ചെയ്തൊരു പ്രോഗ്രാമിന്റെ ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 58.5 കോടി ടോക്കൺ ആയിരുന്നു. ഇത് രണ്ടിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മെറ്റാഫോസിനെ കുറിച്ചാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. അത് മെറ്റാഫോസ് ഉണ്ടായിരുന്ന ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 58.5 ആയിരുന്നു. ഈ പ്രോജക്റ്റിന്റെ കോയിൻഫോർജിന്റെ ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 കോടിയായിരുന്നു. അപ്പം ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഡബിളിനടുത്ത് വരുന്ന ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് ആ സമയത്ത് 100 കോടി ടോക്കൺ വന്ന സമയത്ത് അതിന്റെ വൈറ്റ് പേപ്പറും ലോഞ്ച് ചെയ്തു. ഞാൻ ഇത് പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് ഒരു കാര്യം ഒരു 10 മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ട സെഷൻ അല്ല ഇത്. രവിയേട്ടൻ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തത് ഒരു പരിധി വരെ നന്നായി വേണമെങ്കിൽ പറയാം. അപ്പം ഈ ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിന് 100 കോടി പ്ലാൻ ചെയ്ത സമയത്ത് 100 കോടി ടോട്ടൽ സപ്ലൈനെ ബേസ് ചെയ്തിട്ടുള്ള വൈറ്റ് പേപ്പറും ഈ പ്രോജക്റ്റിന് ആസ്പദമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസമാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള വൈറ്റ് പേപ്പർ നമുക്ക് കിട്ടിയിരുന്നത്. മെയ് മാസം കിട്ടിയിരുന്ന ആ ഒരു വൈറ്റ് പേപ്പറിൽ പറഞ്ഞ പ്രകാരം ഈ ടോട്ടൽ ക്വാണ്ടിറ്റിയെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ഭാഗമാണ് 15%, അതായത് ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 15% റെഫറൽ റിവാർഡായിട്ട്. ഇപ്പൊ നമ്മൾ റേസും റിവോൾവും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും റേസും റിവോൾവും ഒക്കെ നമ്മൾ മറ്റൊരാൾക്ക് റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റെഫറൽ റിവാർഡ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാറ്റി വെച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും സ്മാർട്ട് കോൺട്രാക്ട് നമ്മളാൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴും ചെയ്യുന്ന ആൾക്കും സ്പോൺസർക്കും ഒരു നിശ്ചിത റിവാർഡ് കൊടുക്കുന്ന സംവിധാനമാണ് റിവാർഡ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റിയുടെ 15% എന്ന് പറയുന്നത് 15 കോടിയാണ് അന്നത്തെ ഒരു കാൽക്കുലേഷൻ പ്രകാരം. 100 കോടിയിൽ നിന്ന് 15 കോടിയിലേക്ക് 15 കോടി 15% 15 കോടിയാണ് റിവാർഡ് സപ്ലൈ വന്നിരിക്കുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസം എന്ന് പറഞ്ഞാല് ഒരു വൈറ്റ് പേപ്പർ ലോഞ്ച് ചെയ്ത് ഏതാണ്ട് ഒരു വർഷമാവാൻ സമയം ഡെവലപ്പർ ഭാഗത്തു നിന്നുള്ള ഒരു ഡിസിഷനാണ് ടോട്ടൽ സപ്ലൈ 100 കോടി എന്നുള്ളതിനെ വലിയ രീതിയിൽ കുറച്ചുകൊണ്ട് അത് 10 കോടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. വ്യത്യസ്തമായ രീതിയിലാണ് ആളുകൾ അതിനെ നോക്കി കണ്ടത്. ഒന്ന്, അയ്യോ 100 കോടി ഉണ്ടായിരുന്ന സാധനം അത് 10 കോടി ആക്കിയോ, അപ്പൊ വൈറ്റ് പേപ്പർ വെറുതെ അല്ലേ, പിന്നെ എന്തിനാ വൈറ്റ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ സാധനം പബ്ലിക്കിലേക്ക് കൊടുത്തത്, ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഒരു ടോക്കനുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ ബേസ് ഡോക്യുമെന്റ് ആണ്. ആ ഒരു ടോക്കനുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് റിവൈസ് ചെയ്യാനുള്ള അധികാരം അത് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പർക്ക് ഉണ്ട്. അത് എപ്പം വരെ എന്ന് ചോദിച്ചാൽ ആ ടോക്കൺ ഡെവലപ്പ് ചെയ്യുന്നത് വരെ. ക്ലിയർ ആണല്ലോ? സോ ഈ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ടോക്കന്റെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവാർഡായിട്ട് അല്ലെങ്കിൽ നമ്പറായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ CF എനർജി ടോക്കൺ എന്ന് പറയുന്നത്. ഇപ്പോഴും ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ടോക്കൺ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് മെയ് മാസം എടുത്ത തീരുമാനമാണ്. ഏപ്രിൽ ലാസ്റ്റ് മെയ് മാസം എടുത്ത തീരുമാനമാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ എവല്യൂഷൻ പ്രോഗ്രാമിന്റെ സമയത്താണ് ആ ഒരു സ്റ്റേജിലേക്ക് അത് മാറിക്കൊണ്ടിരുന്നത്.
അപ്പൊ പുതിയൊരു വൈറ്റ് പേപ്പർ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും വൈറ്റ് പേപ്പർ വരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ കുറയ്ക്കാൻ പ്ലാൻ ചെയ്ത ഈ ക്വാണ്ടിറ്റി 100-ൽ നിന്ന് 10-ലേക്ക് കുറഞ്ഞപ്പം അത് വലിയ രീതിയിൽ കുറയുകയുണ്ടായി. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, റിവാർഡ് ടോക്കൺ എന്ന് പറയുന്ന ഈ 15%, 100 കോടി ഉണ്ടായിരുന്ന സമയത്ത് 15% ആയപ്പം അത് 15 കോടിയാണെങ്കിൽ 10 കോടിയായി ചുരുക്കിയ സമയത്ത് അത് 1.5 കോടിയായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1.5 കോടിയായിട്ട് ഇത് ചുരുങ്ങി എന്നുള്ളതാണ്. ഡെവലപ്പർ സൈഡിൽ നിന്നും ഡെവലപ്പറുടെ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് പേപ്പറിൽ റിവൈസൽ വരുത്താന്നുള്ളതും ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താന്നുള്ളതൊക്കെ അവരുടെ റൈറ്റ് ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 മടങ്ങ് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം ബിൽഡ് ചെയ്യുന്നതിന്റെ അവൈലബിലിറ്റി 10% ചുരുങ്ങുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ 100 കോടിയാണ് എന്ന് പ്രതീക്ഷിച്ച 100 കോടിയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കിയ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിന്ന് ഈ സമയങ്ങളിലൊക്കെ 15 കോടിയോളം റിവാർഡായിട്ട് കൊടുക്കുന്നതിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ട് നമ്മൾ ചെയ്തതിൻ്റെതോ നമ്മൾ റെഫർ ചെയ്തതിൻ്റെയോ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ റിവാർഡ് ടോക്കന്റെ നമ്പറുകൾ നോക്കുകയാണെങ്കിൽ കിട്ടിയിരുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റിവാർഡ് കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 15 കോടി റിവാർഡ് കൊടുക്കാൻ വിചാരിച്ചെടുത്ത് നിന്നുള്ള ക്വാണ്ടിറ്റിയാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 15 കോടി റിവാർഡായിട്ട് കൊടുക്കാൻ വിചാരിച്ച സമയത്ത് തീരുമാനിച്ച ക്വാണ്ടിറ്റിയാണ് റേസ് എന്ന് പറയുന്ന കോൺട്രാക്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് $1 മുടക്കുമ്പം 1 ടോക്കൺ തരിക എന്നുള്ളതും $1 മുടക്കുന്ന റേസിലേക്ക് മറ്റൊരാളെ റെഫർ ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്ക് $1 കിട്ടുക എന്നുള്ളതും സ്പോൺസർക്ക് 0.25 ഓരോ ഡോളറിനും ടോക്കനായിട്ട് കിട്ടുക എന്നുള്ളതും. അത് ഫോർജ് റിവോൾവ് ഡിസംബർ 2025 വന്ന സമയത്ത് ഓരോ ലെവല് റിവോൾവില് പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓരോ $1 മുടക്കുമ്പം ½ ടോക്കൺ കിട്ടുക എന്നുള്ളതും ഓരോ ആളുകളെ റെഫർ ചെയ്യുന്ന സമയത്ത് 0.75 ടോക്കൺ എന്ന് പറഞ്ഞാൽ റേസിൽ ചെയ്യുന്ന സമയത്ത് 1 ടോക്കനും റെഫർ ചെയ്യുന്ന സമയത്ത് 1/4 ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-ൽ 1 കിട്ടുന്നതെങ്കിൽ റിവോൾവില് നമ്മൾ ചെയ്യുന്ന സമയത്ത് ½ ടോക്കനും റെഫർ ചെയ്യുന്ന സമയത്ത് സ്പോൺസർക്ക് 0.75 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റെഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുകയും അതിലും എല്ലാത്തിലും ഉപരി റിവോൾവ് എന്ന് പറയുന്നത് ഇന്ന് ഗ്ലോബലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉള്ള ഒരു റിവോൾവിംഗ് മാട്രിക്സ് വേറെ ഒന്നിലും ഞാനും കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം T3-യും T14-യും ഒക്കെ ആ ഒരു റിവോൾവിംഗ് മാട്രിക്സിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതായത് അതിന്റെ ടെക്നിക്കലൊന്നും അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്ത് ചെയ്താൽ എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നു മനസ്സിലാക്കിയ ആളുകളും ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഇൻകം എടുത്ത അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ബിസിനസ് എടുത്ത ആളുകൾ തന്നെയാണ് ഒരു പരിധിവരെ എംപവറിലുള്ള ആളുകളല്ല. പറഞ്ഞു വരുന്നത് 100-ൽ നിന്ന് 10-ലേക്ക് ആക്കി എന്നുള്ളതിന്റെ ആ ഒരു എന്താ പറയാ ബെനിഫിറ്റ് എത്രത്തോളം വലുതാന്നുള്ളത് ബേസിക് ആയിട്ട് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തത് വൈറ്റ് പേപ്പർ റിവൈസ് ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് വെച്ചാൽ വൈറ്റ് പേപ്പർ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിവൈസ് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷെ അതിന് എങ്ങനെ ക്വാണ്ടിറ്റി മാറ്റാനുള്ള അധികാരമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എന്നുള്ളതാണ്. ഇനി ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ മാർച്ച് 2025 മുതൽ ഈ സമയം വരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോക്കൺ അതെല്ലാവർക്കും അറിയാം. റേസ് ചെയ്ത സമയത്തും റേസ് റെഫർ ചെയ്ത സമയത്തും റിവോൾവ് ചെയ്ത സമയത്തും റിവോൾവ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടോക്കൺ ക്വാണ്ടിറ്റി 100-ൽ നിന്ന് 10-ലേക്ക് ചുരുക്കാൻ തീരുമാനിച്ച ആ അതേ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ തന്ന നമ്മളെ കയ്യിലുള്ള ടോക്കനും 100-ൽ 10 ചുരുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇതിന്റെ ഡെവലപ്പർക്കുണ്ട്. ഇത് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതൊക്കെ നമ്മളുടെ ക്വാണ്ടിറ്റി തന്നെയാണ്. നമുക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്നതെല്ലാം നമ്മുടെ ക്വാണ്ടിറ്റി തന്നെയാണ്. റേസിൽ ഈ പറഞ്ഞതുപോലെ $1 1 ടോക്കനും റെഫർ ചെയ്യുന്ന സമയത്ത് 0.25 ടോക്കനും റിവോൾവിന് ½ ടോക്കനും റെഫർ ചെയ്യുന്ന സമയത്ത് 0.75 ടോക്കനും കിട്ടുന്ന ഈ ഒരു സംവിധാനത്തിൽ ഈ സമയം കൊണ്ട് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിട്ടിയ ആളുകളുടെ ഒക്കെ തന്നെ 100 കോടി പ്ലാൻ ചെയ്ത സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ ക്വാണ്ടിറ്റി അത് ഇന്ന് അവസാനിക്കുമെന്നാണ് ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നത്തോട് കൂടിയിട്ട് ആ ടോക്കന്റെ ക്വാണ്ടിറ്റി വലിയ രീതിയിൽ കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസാനം വരെ നമുക്കത് പരിപൂർണമായിട്ടും എക്സ്പെക്ട് ചെയ്യാം. വൈറ്റ് പേപ്പർ നമുക്ക് കിട്ടി ഓൾറെഡി. വൈറ്റ് പേപ്പറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയും നമുക്ക് മനസ്സിലായി. വൈറ്റ് പേപ്പറിനെ കുറിച്ച് നമ്മൾ അനസ് ബ്രോ ഓൾറെഡി കൃത്യമായിട്ട് ഒരു 7 AM സൂമിൽ വന്നിട്ട് അത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്ര ക്വാണ്ടിറ്റി ആകുമെന്നുള്ളത് നാളെ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന് ലേറ്റ് ഈവനിങ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്ന ആളുകൾ, ടോക്കൺ നമ്മൾ ചിലപ്പോൾ ലെവൽ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മളാൽ ലെവൽ ആക്ടിവേറ്റ് ചെയ്യേണ്ട, നമ്മൾ സ്പോൺസറായിട്ട് ചെയ്തു പോകുന്ന ആളുകൾ, പുതിയ ആളുകളാണെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ സമയത്ത് ഇന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആളുകളൊക്കെ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം ക്വാണ്ടിറ്റി ഒരിക്കലും മേലോട്ട് പോകില്ല, താഴോട്ട് വരുള്ളൂ. ഏതായാലും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റിയെ നേർ 10% വരെ ആവാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇപ്പൊ എത്രയാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് 10% ചുരുങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇനി ഏതായാലും ഭാവിയിൽ വരാൻ പോകുന്ന ഓരോ പ്രോഗ്രാമുകളും, അതൊരു പ്രീസെയിൽ ആക്ടിവിറ്റി ആവട്ടെ, അത് മൈനിങ് ആക്ടിവിറ്റി ആവട്ടെ, NFT മാർക്കറ്റ് പ്ലേസ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ആവട്ടെ, ഒരു ഗെയിമിംഗ് ആക്ടിവിറ്റി ആവട്ടെ, ഇവിടെയൊക്കെ നമുക്ക് ടോക്കൺ റിവാർഡുകളായിട്ട് കിട്ടാനുള്ള സാധ്യതകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി മുന്നിൽ വരാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു റെഫറൽ റിവാർഡായിട്ട് കിട്ടുന്ന പ്രോസസ്സ് അത് ഈ ഒരു സംവിധാനത്തിലല്ലാതെ, എന്ന് പറഞ്ഞാൽ റേസും റിവോൾവും ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ, റെഫർ ചെയ്യുന്നതിലൂടെ അല്ലാതെ മറ്റു രൂപത്തിൽ നമുക്ക് കിട്ടാനില്ല. കാരണം ടോക്കന്റെ വലുപ്പത്തെ കുറിച്ച് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, എന്ന് ലിസ്റ്റ് ചെയ്യും, ഏത് സമയത്ത് ലിസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിക്കോ, ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ എന്താ പറയാ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം. കാരണം മാർക്കറ്റിൽ ഒരു ടോക്കന് മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ക്രിപ്റ്റോയ്ക്ക് മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് അത് ബേസിക്കലി ബിറ്റ്കോയിന്റെ ഒരു ഹാൾവിങ് ടൈമിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതൊന്നും നമ്മൾ എന്താ പറയാ വളരെ ഡീപ്പായിട്ടൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നും അല്ലെങ്കിൽ പോലും വളരെ ബേസിക് ആയിട്ട് അത് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്ത് ഞാനിപ്പോ പോയിന്റ് ചെയ്തത് മാത്രം. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇനി പാനിക് ആയിട്ട് ടെൻഷൻ ആവുന്നു വേണ്ട. ഞാൻ പറയുന്നത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ടോക്കൺ, അതിനൊരു ഹാൾവിങ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതെല്ലാ 4 വർഷത്തിലുമാണ്. ആ മെക്കാനിസം എന്താന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഹാൾവിങ് എന്ന് പറയുന്ന മെക്കാനിസം എല്ലാ 4 വർഷത്തിലാന്ന് പറയുന്നത് 2012 ഹാൾവിങ് നടന്നു, 2016 ഹാൾവിങ് നടന്നു, 2020 ഹാൾവിങ് നടന്നു, 2024 ഹാൾവിങ് നടന്നു. ഇനിയൊരു ഹാൾവിങ് നടക്കാനുള്ളത് 2028 പിന്നീട് 2032 പിന്നീട് 2036 ഇങ്ങനെ ഓരോ 4 വർഷം കൂടുമ്പോഴുമാണ് ബിറ്റ്കോയിന്റെ ഹാൾവിങ് നടക്കുന്നത്. ബിറ്റ്കോയിന്റെ ഹാൾവിങ് നടക്കുന്ന മെക്കാനിസം അവിടെ നിൽക്കട്ടെ. പക്ഷെ ബിറ്റ്കോയിന്റെ ഹാൾവിങ് നടക്കുന്ന സമയം ആ സമയത്തിന് അനുബന്ധിച്ചാണ്. അതായത് ആ സമയത്തിന്റെ ഒരു ഏതാണ്ട് ഇത്ര ദിവസം, ഒരു 250-300 ദിവസം മുമ്പേയും 250-300 ദിവസം ശേഷവുമാണ് ബിറ്റ്കോയിന്റെ വിലയിൽ ഒരു വലിയ രീതിയിൽ കയറ്റവും അതിനുശേഷം ഇറക്കവും സംഭവിക്കുന്നത്. നമ്മള് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം പുതിയതായിട്ട് കയറി വന്ന ആളുകൾക്ക് അതൊരു ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ടത് 2022 വില മേലോട്ട് പോയത് 2012 വില മേലോട്ട് പോയത് 2012 കഴിഞ്ഞു 2013. കാരണം എല്ലാ 4 വർഷത്തിൽ ഏപ്രിൽ മാസമാണ് ഹാൾവിങ് നടക്കുക. 2012 ഹാൾവിങ് നടക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടായതിനേക്കാളും അത് മേളിലോട്ട് പോയി. 2012 അവസാനമായി 2013 ആയപ്പോഴേക്കും അത് താഴേക്ക് പോയി. പിന്നീട് അടുത്ത ഹാൾവിങ് നടക്കുന്നത് 2016 2015 ഒരു ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ ഒക്കെ ആയപ്പോഴേക്കും, എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്ക് അത് മേലേക്ക് വീണ്ടും കയറി തുടങ്ങി. 2012 ഹാൾവിങ് നടന്ന സമയത്ത് എത്രയാണോ ഏറ്റവും മാക്സിമം വന്നത് അതിനേക്കാളും കൂടുതൽ 2016 എത്തി. 2016 നിന്ന് അത് പിന്നീട് താഴേക്ക് വരുന്നത് 2017 ആ സമയം, 2016 അവസാനം 2017 ആയപ്പോൾ താഴേക്ക് വന്നു. പിന്നെ 2019 മിഡായ സമയത്ത് അത് മുകളിലോട്ട് കയറി തുടങ്ങി. കാരണം 2020 ആ സമയത്ത് ഹാൾവിങ്, 2020 ഹാൾവിങ് മുന്നോട്ട് പോയി. ഇങ്ങനെ 2012, 16, 20, 22, 20, 24 ഇപ്പൊ അവസാന ഹാൾവിങ് നടന്നത്. അപ്പം ഒരു ബേസ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2019 വളരെ, അതായത് ഈ 10 ലക്ഷത്തിൽ താഴെ ഉണ്ടായിരുന്ന ബിറ്റ്കോയിന് 2019 ഉണ്ടായിരുന്ന 2020 ഹാൾവിങ് ആയപ്പോഴേക്കും അത് മുകളിലേക്ക് കയറി 2021 ഒരു ഏതാണ്ട് എത്തിയപ്പോഴേക്കും അത് 64 ലക്ഷം ടച്ച് ചെയ്തു. പിന്നെ നടക്കുന്നത് 2020 കഴിഞ്ഞ് 2024 ഹാൾവിങ് ആണ്. 2024 ഹാൾവിങ് നടക്കുമ്പം
23 ആയപ്പോഴേക്കും അത് നേരെ താഴോട്ട് പോയിട്ട് അത് 18 ലക്ഷവും 19 ലക്ഷത്തിലേക്ക് താഴെ വന്നു. അത് 64 ലക്ഷത്തിൽ നിന്നാണ് 19 ലക്ഷത്തിലേക്ക് താഴെ വന്നത്. ഈ സാധനം 2024 ഹാൾവിംഗ് നടന്ന് 2025 ഏതാണ്ട് ലാസ്റ്റ് ക്വാർട്ടർ ഒക്കെ ആയപ്പോഴത്തേക്കും 1,25,00,000 രൂപയിലെത്തി. മനസ്സിലാക്കേണ്ടത് 2020 നടന്ന ഹാൾവിംഗ് പ്രകാരം അത് 64 ലക്ഷമായിരുന്നു മാക്സിമം വാല്യൂ എത്തിയതെങ്കിൽ 2024 ഹാൾവിംഗിൽ അത് 25 അവസാനം എത്തിയപ്പോഴേക്കും ഏറ്റവും മാക്സിമം എത്തിയിരിക്കുന്നത് 1.25 കോടിയാണ് ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹാൾവിംഗ് നടക്കാൻ പോകുന്നത് 2028 അപ്പൊ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ബിറ്റ്കോയിനെ ആസ്പദമാക്കിയിട്ടാണോ എന്ന് ചോദിച്ചാൽ ബിറ്റ്കോയിന്റെ ഹാൾവിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് സമയത്ത് അത് മാർക്കറ്റിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോയിൻ ഫോർജറി ടോക്കൺ ആണെങ്കിലും മറ്റേത് ടോക്കൺ ആണെങ്കിലും. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കമ്മ്യൂണിറ്റിയോട് കമ്മിറ്റ് ചെയ്തതല്ലേ എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വാക്കിന്റെ പുറത്ത് കൊണ്ട് എങ്ങനെയെങ്കിലും കൊണ്ടിട്ട് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമല്ല ടോക്കൺ എന്ന് പറയുന്ന ഒരു സാധനം. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ അത് അതിന്റെ നല്ല സമയത്ത് നമുക്കൊക്കെ ഗുണം കിട്ടുന്ന സമയത്ത് നമുക്കൊക്കെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് വരുന്ന രീതിയിലേക്ക് അത് മൂവ് ചെയ്യും. അതിന് ആ രീതി തന്നെ പോസിറ്റീവായിട്ട് കാണാം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രോഗ്രാമിന്റെ ഓരോ എക്കോസിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ റോഡ് മാപ്പിന്റെ ഭാഗവും അനുസരിച്ച് അതിൽ വരുന്ന ചെറിയ ചെറിയ ഡിലേയെ നമ്മൾ വലിയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. അതിൻ്റെതായ ബെറ്റർ ആയിട്ടുള്ള രീതിയെയും ബെറ്റർ ആയിട്ടുള്ള കാര്യത്തെയും ഉദ്ദേശിച്ചാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ 100 കോടി ടോക്കൺ കമ്മിറ്റ് ചെയ്തതല്ലേ എന്നും പറഞ്ഞിട്ട് 100 കോടി ടോക്കൺ തന്നെ ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമായിരുന്നു? നമ്മുടെ കയ്യിലൊക്കെ കിടക്കുന്ന ടോക്കന്റെ മൂല്യം അതിനനുസരിച്ചിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. മാർക്കറ്റിൽ ഒരു സാധനത്തിന്റെ അവൈലബിലിറ്റി കുറയുക അല്ലെങ്കിൽ ടോട്ടൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ നമ്പർ കുറയുക എന്ന് പറയുന്നത് അത് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും. അത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പൊ നിലവിൽ കോയിൻ ഫോർജ് ഹോൾഡ് ചെയ്യുന്നത് കോയിൻ ഫോർജ് കമ്മ്യൂണിറ്റിയാണ്. കോയിൻ ഫോർജ് ഹോൾഡ് ചെയ്യുന്ന കോയിൻ ഫോർജ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്, നമ്മളെ പോലെയുള്ള ആളുകളാണ്. ഈ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് മാക്സിമം ടോക്കൺ കളക്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഓരോ ദിവസങ്ങളും. കഴിഞ്ഞ 1.5 വർഷമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്വാണ്ടിറ്റി ഇനി എത്രയാണോ റെഫറൽ റിവാർഡ് അത് ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ കുറയാനുള്ള സാധ്യതയാണ്. നാളെ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അത് എത്രയാണ്, എങ്ങനെയാണ്, റേസിൽ എത്രയാണ്, റേസിന്റെ റെഫറൽ റിവാർഡ് എത്രയാണ്, റിവോൾവ് എത്രയാണ്, റിവോൾവിന്റെ റെഫറൽ റിവാർഡ് എത്രയാണെന്നൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാക്കിയിട്ട് കോയിൻ ഫോർജ് ചെയ്യുക എന്നെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെറുതെ കയറി നിന്നാൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഈ പ്രോഗ്രാമിന് നിങ്ങൾ കാണരുത്. കാരണം കയ്യിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പം ആദ്യം മനസ്സിലാക്കുക. നമ്മളെ കയ്യിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പം അതൊരു മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ നമ്മളോട് ഇതിനെ വളരെ നെഗറ്റീവായിട്ട് പല രീതിയിലും പറയും. കാരണം അതിന്റെ കാരണം ക്രിപ്റ്റോയിൽ നടക്കുന്ന വലിയ സ്കാം ആയിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എത്രത്തോളം ഡീസെൻട്രലൈസ്ഡ് ആണ് എന്നുള്ളത് ഈ സമയത്തിന്റെ ഇടയിൽ 1.5 വർഷം കൊണ്ട് ചെയ്ത സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഏത് സംവിധാനം എടുത്തു നോക്കിയാലും എല്ലാ പ്രോഗ്രാമും അറ്റ്ലീസ്റ്റ് ഒരു മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ടെങ്കിലും അത് പോസ് ചെയ്യും. ഒരു മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ടെങ്കിലും അതിന്റെ ആ ഒരു എന്താ പറയുക ഇന്റർഫേസ് യൂസ് ചെയ്യുന്നതിനെ പോലും ഹോൾഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് അതുപോലും നടന്നിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മളെല്ലാം കൊണ്ടും എന്താ പറയാ വളരെ എഫിഷ്യൻസി ഉള്ള വളരെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് എന്ന് നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മളുള്ളത്. നമ്മളെ ഈ റെഫറൽ റിവാർഡുകളൊക്കെ തന്നെ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് അഭിപ്രായം ചോദിച്ച് ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ? നമ്മളെ കയ്യിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി വലിപ്പം നമുക്ക് മനസ്സിലായ അത്രയും നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അറിയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ആളുകളോട് സംസാരിക്കുക. അവരൊക്കെ അവരുടെ ബേസിക് ആയിട്ടുള്ള അറിവനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാത്ത ആളുകളാണ് ഒരു പരിധി വരെ. ഇവരാണ് നമ്മളോട് പറയുന്നത് ഈ കാര്യം ചെയ്യണ്ടെന്ന്. ഇവരത് കാര്യം ചെയ്യണ്ടെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളതെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അവരെന്തെങ്കിലും അവർ എഡ്യൂക്കേഷൻ കൊണ്ട് അവർ വലിയ ഹയർ സ്റ്റഡി എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർ PhD എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവര് വളരെ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടോ MLM നെറ്റ്വർക്കിൽ വലിയ രീതിയിൽ എന്തെങ്കിലും ചെയ്തത് കൊണ്ടൊന്നും അവരതിന് യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. കാരണം ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. അവിടെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ധാരണ ഉള്ള ആളുകൾ നമ്മളാണ്.
ഈ നമ്മൾ പരിപൂർണമായിട്ടും നമ്മൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ഈ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ ഒന്നും അറിയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അതെന്തിനാന്ന് വെച്ചാൽ അവർ നമുക്ക് തരുന്ന ഉപദേശം അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഞാൻ ഇന്നലെ മെഞ്ഞാന്നൊക്കെ വർക്ക്ഷോപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മള് പൊതുവെ MBBS എടുക്കുന്ന ഡോക്ടർമാരുടെ ബേസ് എന്ന് പറയുന്നത് MBBS ആണ്. എന്നാൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് സ്കിന്നിനെ കുറിച്ച് മാത്രമേ അത് ട്രീറ്റ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അവർ ആ രീതിയിലെ കൺസൾട്ടേഷൻ സൈഡ് നോക്കാറുള്ളൂ. ഇതേ സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് സ്കിന്ന് നോക്കുന്നതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ബോൺ ഇഷ്യൂ ആയിട്ട് ഒരു പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ ട്രീറ്റ് ചെയ്യൂല. അയാൾ എന്താ പറയാറ്, അതിന് ബോൺ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ അവരിലേക്ക് പൊക്കോളുന്നിട്ട് റെഫർ ചെയ്യും. അത് എന്തുകൊണ്ടാണ്? MBBS പഠിച്ചത് രണ്ടും ഒരുപോലാണ്, പക്ഷെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ ഡോക്ടർ സ്കിന്നിലാണ്, ഡെർമറ്റോളജിയിലാണ്, മറ്റേ ആള് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ബോണിനടുത്തേക്ക് പോകുന്നത്. ഞാൻ ഇത് പറയാനുണ്ടായിരുന്ന പ്രത്യേക കാരണം എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മളെ മുന്നിലിരിക്കുന്ന ഒരാള്, നമ്മളെ ചുറ്റുപാടുമുള്ള ആള്, നമുക്ക് ഉപദേശം തരുന്നു എന്ന് പറയുന്ന ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു അവസരത്തെ അതിന്റെ റിയാലിറ്റി ഉൾക്കൊള്ളാതെ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ മണ്ടന്മാര് വേറെ ഉണ്ടാകില്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈ പറഞ്ഞ ആളുകളുടെ അഭിപ്രായം കേട്ടിട്ട് മാറി നിന്നാൽ ആർക്കാണ് അതിന്റെ നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം. ഒരു തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ അവിടെ നമുക്ക് ബെറ്റർ ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഓപ്പർച്യൂണിറ്റി വലിപ്പം മനസ്സിലാക്കുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടെ വന്ന ആളുകളെ അവരെ വിജയിപ്പിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി ചെയ്യാം. കാരണം ആരെങ്കിലും നമ്മളെ കൂടെ കൂടിയതുകൊണ്ട് അവര് വന്നതുകൊണ്ടുള്ള ഒരു ഇൻകം നമുക്ക് കിട്ടുക എന്നുള്ളതല്ല ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. അവര് വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നൊരു വിശ്വാസമാണ്. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ അവർ തന്നിരിക്കുന്ന ഒരു ട്രസ്റ്റാണ്. ആ ഒരു ട്രസ്റ്റ് പ്രൊജക്ട് മാത്രമല്ല, നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിൽ തന്നിരിക്കുന്ന ട്രസ്റ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് വരുന്നവരെ കാണിക്കുന്ന അതേ ഇഷ്ടവും സ്നേഹവും സന്തോഷവും തന്നെ മുന്നോട്ടുള്ള യാത്രയിലും അവരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ട് അവർക്കും നമുക്കൊക്കെ വിജയിക്കണം എന്നുള്ള ചിന്താഗതിയോട്ട് മുന്നോട്ട് പോകാം. അപ്പോഴാണ് അതിന് നമുക്കും അവർക്കൊക്കെ കിട്ടുന്ന ആ വരുമാനത്തിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഉപകാരപ്പെടുന്ന ഒരു പൈസ ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഇതിന്റെ പേരിലൂടെ പറ്റിച്ചെന്ന് നാളെ പറയുന്ന രൂപത്തിലേക്കായി മാറും. ആലോചിച്ച് നോക്കിയേ, പ്രോജക്റ്റ് നന്നായിട്ട് കാര്യമില്ല, ചെയ്യുന്ന ആളും കൂടി നന്നാവണം. പ്രൊജക്റ്റ് നന്നായിട്ട് കാര്യമില്ല, ചെയ്യുന്ന ആളുകൾ കൂടെ നന്നാവണം. ഞാനത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്, ഒരാരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ ഇതൊക്കെ ജനറലി ആളുകൾ വളരെ ലാഘവത്തോടെ എടുക്കുന്ന കാര്യങ്ങളാണ്. ഓപ്പർച്യൂണിറ്റി വലുതാണ്. 1.5 കോടി ടോക്കനിൽ നിന്ന്, അല്ല എന്താ പറയാ, 100 കോടി ടോക്കനിൽ നിന്ന് 10 കോടി ടോക്കനിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 15 കോടി ടോക്കന്റെ റിവാർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് 1.5 കോടി ടോക്കനിലേക്ക് അതിന്റെ റിവാർഡ് ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അതിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യമുള്ളവരായിട്ട് അതിനെ മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥനയിലും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി ഉൾപ്പെടുത്തുക. കാരണം നമ്മൾ നിൽക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ വിശ്വസിച്ചും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അല്ലെ, അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഇതിൽ കയറി നിൽക്കാൻ ഭാഗ്യമുണ്ടായ ആളുകളൊക്കെ ഒരു പക്ഷെ കയറി നിന്ന ആളുകളൊക്കെ കുറച്ച് മുന്നോട്ടുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോഴേക്കും പറയും, എനിക്ക് ഈ അപ്ലൈയും പറ്റില്ല, വേറെ ആളെ വേണം. പ്രസവിക്കാൻ ഒരു തന്ത ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ആ തന്തനെ മാറ്റം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അത് ഞാൻ അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. അതൊക്കെ ശരിയുള്ള പരിപാടിയല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഭാര്യ ഒരാളെ ടീമിലാണ്, ഭർത്താവിന് ടീം മാറണം. എന്ത് പരിപാടി അത്? ഇങ്ങനത്തെ വേണ്ടാത്ത പരിപാടിക്കൊക്കെ നിൽക്കാതിരിക്കുക. നമ്മളൊരു എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യം അത് പ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, നല്ല വൃത്തിയിൽ പൈസ ഉണ്ടാക്കുക. ചെയ്യുന്നതും പ്രോപ്പറായിട്ട് കിട്ടുന്നതും നല്ല രൂപത്തിലാണ് കിട്ടുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ടോക്കന്റെ ക്വാണ്ടിറ്റി ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇത് അവസാന ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ എവിടെയും ഒരാളെയും വെറുതെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. നിങ്ങളെ യുക്തിക്ക് അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. നമ്മൾക്കൊക്കെ ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത് ഒരേ ബുദ്ധിയും വിവരമൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെ വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പല ആളുകളും പല രൂപത്തിൽ എന്റെ കഴിവുകളെ ലിമിറ്റഡ് ആണെന്നൊക്കെ ചിന്തിക്കുന്നത്. ലിമിറ്റഡ് എന്നൊക്കെ പറയുന്നത് വെറുതെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ അത് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. അതൊക്കെ വെറുതെ വിചാരിക്കുകയാണ്. നമുക്ക് പറ്റുന്നതൊക്കെ തന്നെയുള്ള എല്ലാം. നമ്മൾ ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും ഈ പറഞ്ഞ പോലെ ചതിക്കാതെ നല്ല രീതിയിൽ ഭാവിയെ മുന്നിൽ കണ്ട് നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കുക. കാരണം
ഓപ്പർച്യൂണിറ്റി ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ പോലെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടെങ്കിലും അറിയുന്ന ആളുകൾ നമ്മളെ ചുറ്റുപാടുമില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളെ പഞ്ചായത്തിൽ അങ്ങനെ തന്നെ നിങ്ങൾ എടുത്തോ, നിങ്ങൾ നിൽക്കുന്ന ഓരോ പഞ്ചായത്തിലും നിങ്ങളെ പോലെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയുന്ന ഒരു PhD കാരും ഉണ്ടാവില്ല. നിങ്ങളെ പോലെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയുന്ന ഒരു PhD കാരെ പോലും ഉണ്ടാവില്ല. കാരണം അവരൊക്കെ പഠിച്ചത് PhD-യിലെ വ്യത്യസ്തമായ സബ്ജക്റ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ വിദ്യാഭ്യാസം നിങ്ങൾക്ക് തരുന്ന ഉപദേശമായിട്ട് നിങ്ങൾ കാണരുത്, അത് അവരുടെ ഒരു കഴിവായിട്ട് നിങ്ങൾ കാണരുത്, അത് അവരുടെ അറിവുകേടായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് അത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മളാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അവസരത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. കിട്ടിയ അവസരം അത് സത്യസന്ധമായിട്ട് പോകുന്നതാണ് എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ എവിടെയെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, റൈറ്റ് ടു ലെഫ്റ്റും ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അടി അടിച്ചോളാം. അത് എന്താ പറയാ, സമയം കളയാതെ കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്ത് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കി. നേരത്തെ രവിയേട്ടൻ പറഞ്ഞു, രവിയേട്ടൻ വളരെ ചുരുങ്ങിയ സമയം സംസാരിച്ചിട്ടുള്ളെങ്കിലും സാമ്പത്തിക ഘടനയും സാമ്പത്തിക സിറ്റുവേഷനും വരാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ച് വളരെ ചുരുക്ക രൂപത്തിൽ നമ്മളൊക്കെ പലപ്പോഴായിട്ട് കേട്ടിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് 1 രൂപയിൽ നിന്ന് ഒരു കുടുംബം നോക്കിയിൽ നിന്നെടുത്തുന്ന ഇന്ന് എത്ര രൂപ ഉപയോഗിച്ചിട്ട് ഒരു മാസവും ഒരു ദിവസവും കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതിന്റെ ഒരു ബേസ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ഒരു അവസരത്തെ ഈ രീതിയിലും നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന അവസരത്തെ പോലും പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തി കൃത്യമായിട്ട് എന്താ പറയാ, കിട്ടുന്ന പൈസ ഐശ്വര്യമുള്ള പൈസയാണെന്ന് അവരവരെ ബോധ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്ത് എല്ലാവർക്കും നല്ല റിസൾട്ടും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അടിവരയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 15 മിനിറ്റ് മാത്രം എന്നോട് സംസാരിക്കാൻ പറഞ്ഞ ഇത്രയും സമയം തന്ന രവിയേട്ടന് സ്പെഷ്യൽ സ്പേസ് ആയിട്ട് വേറെ ആർക്കും കിട്ടാത്ത ദയവായിട്ട് അനുഗ്രഹിച്ച് തന്നൊരു സ്പേസ് ആണ്. നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ കണ്ടുകൊണ്ടിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ആൻഡ് വണ്ടർഫുൾ ഡേ. താങ്ക് യു സോ മച്ച്.